ആദ്യമായി ലഭിക്കുന്ന അവസരം തന്നെയാണ് ഏറ്റവും മികച്ചത് എന്ന് കരുതി പെട്ടെന്ന് തീരുമാനിക്കേണ്ടതില്ല. വിവരങ്ങൾ പരിശോധിച്ച ശേഷം മാത്രം മുന്നോട്ടു പോകുക. ബിസിനസ്സുകാർക്ക് പഴയൊരു ബന്ധത്തിലൂടെയോ പരിചയത്തിലൂടെയോ പുതിയൊരു അവസരം ലഭിക്കാൻ സാധ്യത കാണുന്നു. എന്നാൽ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രേഖകളും വ്യവസ്ഥകളും വ്യക്തമായി മനസ്സിലാക്കുക. ധനുരാശിക്കാരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച വലിയൊരു സന്ദേശമുണ്ട്. വരുമാനം മാത്രം നോക്കാതെ പണം എവിടേക്കാണ് പോകുന്നത് എന്നും ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ ചെറിയ ചെലവുകൾ കൂട്ടിച്ചേർന്ന് വലിയൊരു തുകയാകാൻ സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് അനാവശ്യ വാങ്ങലുകൾ നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്. അതേസമയം മുമ്പ് പ്രതീക്ഷിച്ചിരുന്ന ഒരു പണം ലഭിക്കാനോ സാമ്പത്തികമായി ആശ്വാസം നൽകുന്ന ഒരു വാർത്ത കേൾക്കാനോ സാധ്യത കാണുന്നു. കടം കൊടുത്ത പണം തിരികെ ലഭിക്കേണ്ടവർക്ക് ബന്ധപ്പെട്ട വ്യക്തിയുമായി സംസാരിക്കാൻ ഈ ആഴ്ച അവസരം ലഭിക്കാം. കുടുംബത്തിൽ ചില കാര്യങ്ങൾ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവ പതുക്കെ ശാന്തമാകാൻ സാധ്യത കാണുന്നു. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ എങ്ങനെ സ്വീകരിക്കും എന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നല്ലതായാലും സംസാരിക്കുന്ന രീതി ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാം. വിവാഹിതർക്ക് പങ്കാളിയുമായി ചേർന്ന് ഒരു പ്രധാന തീരുമാനം എടുക്കേണ്ട സാഹചര്യം വരാം. പരസ്പരം സംസാരിച്ച് മുന്നോട്ടു പോയാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. കുടുംബത്തിലെ മുതിർന്ന ഒരാളുടെ ഉപദേശം ഈ ആഴ്ച നിങ്ങൾക്ക് പ്രയോജനപ്പെടാനും സാധ്യത കാണുന്നു. പ്രണയബന്ധത്തിലുള്ള ധനുരാശിക്കാർക്ക് മനസ്സിലുള്ള ചില കാര്യങ്ങൾ തുറന്നതും പറയാനുള്ള അവസരം ലഭിക്കും. അടുത്തിടെ അകലം തോന്നിയിരുന്ന ബന്ധമാണെങ്കിൽ ആശയവിനിമയത്തിലൂടെ അത് കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് കുടുംബതലത്തിൽ ചില ചർച്ചകൾ മുന്നോട്ടു പോകാം. എന്നാൽ പെട്ടെന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ പരസ്പരം മനസ്സിലാക്കലിന് പ്രാധാന്യം നൽകേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലാണ് പ്രധാനമായും നേട്ടം. പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിലും ഫോൺ, സോഷ്യൽ മീഡിയ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധ തിരിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഴയതായി പഠിച്ച കാര്യങ്ങൾ വീണ്ടും പരിശോധിക്കുന്നത് നല്ല ഫലം നൽകും. അവസാന നിമിഷത്തെ സമ്മർദ്ദത്തേക്കാൾ ദിവസേന കുറച്ച് സമയം മാറ്റിവെക്കുന്നത് ഈ ആഴ്ച കൂടുതൽ ഗുണകരമാകും. ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങളെക്കാൾ ക്ഷീണം, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം തുടങ്ങിയ ചെറിയ കാര്യങ്ങളിലാണ് ശ്രദ്ധ വേണ്ടത്. തിരക്കിനിടയിലും വിശ്രമത്തിനും ഭക്ഷണത്തിനും ആവശ്യമായ സമയം നൽകുക. ശരീരത്തിൽ അസ്വസ്ഥതകൾ തുടരുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ മാതാപിതാക്കളെയോ വിശ്വസനീയമായ ആരോഗ്യ പ്രവർത്തകരെയോ അറിയിക്കുന്നതാണ് നല്ലത്. ധനുരാശിക്കാരെ, ഈ ആഴ്ച മറ്റുള്ളവർ പറയുന്ന ഓരോ വാക്കും ഉടൻ വിശ്വസിക്കാതിരിക്കുക. പ്രത്യേകിച്ച് പണം, ജോലി, നിക്ഷേപം തുടങ്ങിയ കാര്യങ്ങളിൽ കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനം എടുക്കരുത്. നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായ കാര്യങ്ങളിൽ മാത്രം മുന്നോട്ടു പോകുക. മറ്റൊരു പ്രധാന കാര്യം, പഴയൊരു പ്രശ്നം വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നാൽ അതിനെ പരാജയമായി കാണേണ്ടതില്ല. ഇത്തവണ അതിനെ കൈകാര്യം ചെയ്യാനുള്ള അനുഭവം നിങ്ങൾക്കുണ്ട്. ഈ ആഴ്ച രാവിലെ കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നിങ്ങളുടെ വിശ്വാസപ്രകാരം പ്രാർത്ഥന നടത്തുന്നത് ശുഭഫലം നൽകും. വ്യാഴാഴ്ച പ്രത്യേകമായി ഗുരുവിനെയും ഇഷ്ടദേവതയെയും സ്മരിക്കുന്നതും ശുഭഫലം നൽകും. കഴിയുമെങ്കിൽ ഒരു ആവശ്യക്കാരന് ഭക്ഷണമോ സാധനങ്ങളോ നൽകുക. മനസ്സോടെ ചെയ്യുന്ന ചെറിയൊരു സഹായം പോലും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ സഹായകരമാകും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ മന്ത്രം ഓം ഗുരവേ നമ
എന്ന മന്ത്രം ശാന്തമായ മനസ്സോടെ ജപിക്കുന്നത് ശുഭഫലം നൽകും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ഭാഗ്യസൂചനകൾ: ഭാഗ്യനിറം മഞ്ഞ, ഭാഗ്യസംഖ്യ 3. ധനുരാശിക്കാരെ, ഈ ആഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്: വേഗത്തിൽ പ്രതികരിക്കുന്നതിനേക്കാൾ ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കുക. നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു മാറ്റത്തിന്റെ സൂചന നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അത് ജോലി സംബന്ധമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കാം. പക്ഷേ ആ അവസരം വന്നപ്പോൾ ഭയന്ന് പിന്നോട്ട് പോകാതിരിക്കുക. ഈ ആഴ്ച നിങ്ങളെ സംബന്ധിച്ച് ഒരു ദിവസം കൊണ്ട് മാറുന്ന കാലമല്ല, പകരം ഒരു പുതിയ വഴിയിലേക്ക് പതുക്കെ നീങ്ങിത്തുടങ്ങുന്ന സമയമാണ്. ധനുരാശിക്കാരെ, ഈ ആഴ്ച നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള വിശദമായ രാശിഫലങ്ങൾ തുടർന്നും അറിയാൻ ജ്യോതിർവാണി സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.